എനിക്കൊന്ന് ഗ്രേസ് മമ്മൂക്ക കൊണ്ടുവരുന്നൊക്കെ പകുതി എടുത്തങ്ങ് കഴിച്ച് തീർക്കുക, അല്ലെങ്കിൽ അങ്ങനെ നോക്കിയിരിക്കല്ലേ, ഇങ്ങനെ നോക്കിയിരിക്കുമ്പോ ആർക്കായാലും തോന്നില്ല ഓ ദൈവം എന്റെ വയറ്റിൽ വല്ലതും പറ്റിയാലോ എന്ന്. അപ്പൊ തരും, ഒന്ന് രണ്ടെണ്ണമൊക്കെ തരും, അത് കഴിക്കും. കുറച്ച് കഴിയുമ്പോൾ ഇക്ക തന്നെ പറയും അത് തന്നെ വേണമെങ്കിൽ തന്നെ പൊളിച്ചു തന്നു, എനിക്ക് പൊളിച്ചു തരാൻ പറ്റുമെന്നില്ലെന്ന് പറയും. ഇതൊരു അവാർഡ് നൈറ്റിന് പോയപ്പോഴത്തേക്കും ഞാൻ ബാക്കിലിരിക്കുന്നത്. അപ്പം ലാലേട്ടൻ്റെ എൻട്രി ആണ്. അപ്പൊ ലാലേട്ടൻ ഇങ്ങനെ നടന്നു പോകുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ ബാക്ക് സൈഡാ കാണുന്നത്, അതായത് ഇങ്ങനെ ചരിഞ്ഞിങ്ങനെ പോകുന്ന ഒരു ഫീൽ. ആരും പുറകെ ഇരുന്നിട്ട് അയ്യോ അമ്മ ഉണ്ടായിരുന്നു. റോഷാക്കിന്റെ സമയത്ത് പപ്പ ഇതുപോലെ തന്നെ എന്നോട് ചോദിച്ചു ഈ സെറ്റിൽ വരാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ചിരിച്ച് കുറെ ചിരിച്ചു കഴിയുമ്പോൾ അയ്യോ ഇത്ര നേരം സംസാരിച്ച് നമുക്ക് എടുത്താണല്ലോ എന്നുള്ള റിയലൈസേഷൻ നമുക്ക് വരുന്നത്. എല്ലാം കഴിഞ്ഞ് ഞാനിങ്ങനെ തിരിച്ചരിഞ്ഞ് നോക്കിയപ്പോഴത്തേക്കും ക്യാമറയുടെ ബാക്കിൽ പപ്പ അമ്മ ഇങ്ങനെ നിൽപ്പുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ഓടിച്ചെന്ന് കഴിഞ്ഞ് ഞാൻ അമ്മ വാതേ മീറ്റ് ചെയ്യാൻ ഞങ്ങൾ ഇവിടെ പറഞ്ഞു. അപ്പൊ അമ്മ പറയുകയാണ് പണ്ട് നീ എനിക്ക് സിനിമ നടി ആവണം എന്നൊക്കെ പറഞ്ഞപ്പം ഞാൻ ഓൾറെഡി ഇതൊക്കെ നമുക്ക് പറ്റിയ പണിയാണോ എന്ന് അമ്മ എന്നോട് ആദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ ഇത് നമുക്ക് പറ്റിയ പണിയാന്ന്. മലയാളം മൂവി ഇൻഡസ്ട്രിയില് ഫീമെയിൽ ആക്ട്രസുകൾക്കുള്ള തുല്യവേതനം ഗ്രേസ് പറഞ്ഞ കോഡ് എങ്ങനെയായിരുന്നത്? അതൊരു ബിസിനസ് ആണല്ലോ. അപ്പൊ ഇന്നൊരു പെർട്ടിക്കുലർ ആക്ടർ, ആ ആക്ടറിന്റെ പേരിലാണ് ഈ സിനിമ സെല് ചെയ്യുന്നത്. അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ അതിൽ റെമ്യൂണറേഷൻ ഉണ്ട്. അതിൽ അഭിനയിക്കാൻ നായികയായിട്ട് വരുന്ന ഞാൻ ചോദിക്കുകയാണ് നായകന് ഇത്ര റെമ്യൂണറേഷൻ കൊടുത്തു, എനിക്കും അതേ റെമ്യൂണറേഷൻ വേണം. അപ്പോൾ പ്രൊഡക്ഷൻ സൈഡ് ചോദിക്കുകയാണ് താങ്കളുടെ പേരിൽ ഈ പടം വിറ്റുപോകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കതിന് മറുപടിയില്ല. ഇപ്പൊ നേരത്തെ മമ്മൂക്കയുടെ കാര്യം പറഞ്ഞല്ലോ. അപ്പം ഞാൻ ഓർക്കുന്നുണ്ട്, എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ലൊക്കേഷനിലൊക്കെ മമ്മൂക്ക ആണെങ്കിൽ വരുമ്പോൾ ചിലപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് കൊണ്ടുവരും, കാഷ്യൂ നട്ട്സ് കൊണ്ടുവരാം. അപ്പൊ ഇതൊക്കെ ഇപ്പം നോർമലി ഒരാൾക്ക് വന്ന് അതെടുത്ത് കഴിക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്ന് ഗ്രേസ് മമ്മൂക്ക കൊണ്ടുവരുന്നൊക്കെ പകുതി എടുത്തങ്ങ് കഴിച്ച് തീർക്കുക, അല്ലെങ്കിൽ അങ്ങനെ നോക്കിയിരിക്കല്ലേ, ഇങ്ങനെ നോക്കിയിരിക്കുമ്പോ ആർക്കായാലും തോന്നില്ല ഓ ദൈവം എന്റെ വയറ്റിൽ വല്ലതും പറ്റിയാലോ എന്ന്. അപ്പൊ തരും, ഒന്ന് രണ്ടെണ്ണമൊക്കെ തരും, അത് കഴിക്കും. കുറച്ച് കഴിയുമ്പോൾ ഇക്ക തന്നെ പറയും അത് തന്നെ വേണമെങ്കിൽ തന്നെ പൊളിച്ചു തന്നു, എനിക്ക് പൊളിച്ചു തരാൻ പറ്റുമെന്നില്ലെന്ന് പറയും. അതെ 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 അടിച്ചു മാറ്റും, ചോദിച്ച തരും, അത്രേ ഉള്ളൂ. ഷെയറിങ്ങും കെയറിങ്ങും ഈക്വലി ആണ് ഇക്കയ്ക്ക്. അതെ 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 അതെ. അതായത് നമ്മൾക്കൊരു എന്താ പറയാ, ഒരു ഫസ്റ്റ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും ആ ഒരു ടെൻഷൻ ആദ്യമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാവുന്നൊരു. പക്ഷെ ഇക്ക എപ്പോഴും നിങ്ങളെന്താ വല്ല കടിച്ചു തിന്നു, നിങ്ങളെന്താ ഇങ്ങനെ ടെൻഷൻ അടിക്കണം, അതിന്റെ ആവശ്യമൊന്നുമില്ല. പക്ഷെ നമ്മുടെ എല്ലാവരുടെ ഉള്ളിലുള്ള ഒരു ഔട്ട് ഓഫ് റെസ്പെക്ട് കൊണ്ടുള്ള ഒരു സ്നേഹവും ആ ഒരു ഭയമാണ് നമുക്കുള്ളത്. അത് ഇക്ക എങ്ങനെയൊക്കെ വേണ്ടെന്ന് പറഞ്ഞാലും നമ്മുടെ ഉള്ളിൽ നിന്ന് അത് അറിയാതെ വന്നു പോകും. അതങ്ങനെയാണ് നമുക്ക് ഇക്കാന്ന് പറയുമ്പോൾ ഉള്ള ഒരു ഫീൽ അങ്ങനെയാണ്. അപ്പൊ ഇപ്പൊ ചില ദിവസങ്ങളിലൊക്കെ ഷൂട്ടിന് രാവിലെ വരുമ്പം ഇക്ക വരുമ്പോ തന്നെ നമ്മൾ എണീറ്റ് ഇക്ക പോയി അടുത്ത ഷോട്ട് എടുത്ത് തിരിച്ചു വരുമ്പോൾ വീണ്ടും നമ്മൾ എണീക്കും. അങ്ങനെ ഒരു ദിവസത്തിൽ ഇക്ക കാണുന്ന എല്ലാ സമയത്തും ആരാണ് ഇരിക്കണേലും ആരാളും എണീറ്റ് പോകും. സ്വാഭാവികം. ഇക്ക എന്നിട്ട് പറഞ്ഞു എൻ്റെ അടുത്ത് ഒരു ദിവസം ഒരു തവണ എണീറ്റാൽ മതി എന്ന് പറഞ്ഞു. പക്ഷെ എന്നെ കൊണ്ട് പറ്റില്ല. ഞാൻ അവിടെ നിന്ന് പ്രസൻസ് കാണുമ്പോൾ തന്നെ ഞാൻ എണീറ്റ് പോകും. ഓട്ടോമാറ്റിക് നമ്മൾ അറിയുന്നില്ല. എണീറ്റ് കഴിയുമ്പോഴത്തേക്ക് ഞാൻ എണീറ്റല്ലോ എന്ന് തോന്നുന്നത്. അത് നമുക്ക് ആ വ്യക്തിയോടുള്ള അല്ലെങ്കിൽ ആ വ്യക്തി ചെയ്തു വെച്ചിരിക്കുന്ന ആ ഒരു ക്യാരക്ടേഴ്സിനോട് അല്ലെങ്കിൽ ആ വ്യക്തിത്വത്തോടുള്ള നമ്മുടെ ഒരു റെസ്പെക്ട് കൊണ്ട് നമ്മൾ ചെയ്തു പോകുന്നതാണ്. അതെ. അത് പക്ഷെ അഭിനയിക്കുമ്പോൾ അവിടെ മമ്മൂക്ക എന്ന് പറയുന്ന ഒരാളില്ല, മമ്മൂട്ടി എന്ന് പറയുന്ന ഒരാളില്ല, ഒരു പേഴ്സണാലിറ്റി ഇല്ല. അവിടെ ആ ക്യാരക്ടറാണ്. അത് ഒരു മാജിക്കാണ്. ആക്ഷൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറൊരാളാണ് അവിടെ. അങ്ങനെ അത് ശരിക്കും പറഞ്ഞ ഒരു യൂണിവേഴ്സിറ്റി തന്നെയാണ്. ഇപ്പൊ ഏത് മൂവി ആണെങ്കിലും പ്രൊമോഷൻ എന്ന് പറയുന്ന ഒരു വലിയ കാര്യമാണ്. ഇന്റർവ്യൂ എടുക്കുന്നു. അപ്പം നോർമലി ഇപ്പം സെലിബ്സ് ഇരിക്കുമ്പോൾ അവരെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നു, ഇന്റർവ്യൂ കഴിയുന്നു, പോകുന്നു. പക്ഷെ ഞാൻ കേട്ടിട്ടുണ്ട് ഇപ്പം ഗ്രേസ് ആണെങ്കിലും ഗ്രേസിനെ തന്നെ ഇന്റർവ്യൂ ചെയ്യുന്നത് പോലെ ഗ്രേസ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, അവിടെ ഇരുന്ന് ഗ്രേസ് ആൻസർ പറയുന്നു. ഇത് ആക്ച്വലി എക്സ്പെരിമെന്റ് ചെയ്തിട്ടുണ്ട് എന്ന്. അതിപ്പോ പണ്ട് നമ്മൾ ഇന്റർവ്യൂവിൽ പറഞ്ഞ പോലെ തന്നെ വടിയൊക്കെ എടുത്ത് ചെടിയിലൊക്കെ അടിച്ചിട്ട് നന്നായിട്ട് പഠിക്കണം നാളെ എന്ന് ടീച്ചറായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞത്. ഇതും അതേപോലെ തന്നെ, അല്ലെങ്കിൽ ഈ അത് ചിലപ്പോൾ നമ്മളെ സെൽഫ് മോൾഡ് ചെയ്യാൻ വേണ്ടിയാണോ അതോ ഇത് ഇന്റർവ്യൂവിങ് ഇഷ്ടമുള്ളത് കൊണ്ടാണോ? ഇല്ല, അങ്ങനെയല്ല. ബേസിക്കലി ഞാനത് ചെയ്യുന്നത് എനിക്കറിയാം, എന്നെപ്പറ്റി എനിക്ക് നല്ല ധാരണയുണ്ട്. നമ്മുടെ മനസ്സിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെ പറ്റി ഒക്കെ നമുക്കറിയാം. ശരി. പക്ഷെ ഇപ്പം എന്നോട്
ശംഭു ഇത് ചോദിക്കുമ്പോഴാണ് ഞാനിത് ഉത്തരം പറയുന്നത്. അതുവരെ എൻ്റെ ഉള്ളിൽ ഈ സാധനം കിടപ്പുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് ഞാനിത് കേൾക്കുന്നത്, ഞാനിപ്പോൾ എന്നോട് ചോദ്യം ചോദിക്കുമ്പോൾ ഞാനിത് കേൾക്കുന്നത് അതുവരേക്ക് ഇതെൻ്റെ ഉള്ളിലുണ്ട്, ഞാൻ അവെയറാണ്. ശരി. പക്ഷെ ഞാൻ ഈ പറയുന്ന സാധനങ്ങൾ ഞാനിത് പറഞ്ഞാലേ എനിക്കിത് കേൾക്കാൻ പറ്റുള്ളൂ. അത് കഴിയുമ്പോൾ ശരിയാണ്, നമ്മുടെ ഉള്ളിൽ ഇത് തറയ്ക്കും. ഇത് ആക്ച്വലി ഒരു പ്രാക്ടീസാണ്. നമ്മളുടെ ഉള്ളിൽ എന്താണുള്ളത്, നമുക്ക് എന്താണ് വേണ്ടത്, നമ്മൾ എന്താണ് ലൈഫിൽ മുന്നോട്ട് കാണുന്നത്, നമ്മുടെ ഒരു ലൈഫിൽ നമ്മൾ ഈസി ടാസ്ക്, നമ്മൾ ചുമ്മാ നമ്മളോട് ചോദിക്കാം ആർ യു ഹാപ്പി എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമുക്കതൊരു ഉത്തരം ഉണ്ടാവും. ഇല്ലെന്നോ ഉണ്ടെന്നോ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാവും. ഓക്കെ ഓക്കെ. അപ്പം എന്നോട് ഇന്ന് ചോദിക്കുകയാണ് ആർ യു ഹാപ്പി, ഐ എം ഫീലിംഗ് ഗ്രേറ്റ് എന്ന് ഞാൻ ഗ്രേറ്റ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഞാൻ ആ ഗ്രേറ്റ്ഫുൾ ആയിരിക്കുന്ന കാര്യത്തെ പറ്റിയിട്ടാണ് ഞാൻ ചിന്തിക്കുന്നത്, റീസണിനെ പറ്റി ചിന്തിക്കുന്നത്. അപ്പം നമ്മൾ കുറച്ചും കൂടെ ഹാപ്പി ആയിരിക്കും, നമ്മുടെ ലൈഫിനെ നമ്മൾ ഭയങ്കര പീസ്ഫുൾ ആയിട്ട് കാണാൻ തുടങ്ങും. നമ്മളുടെ നമ്മുടെ ലൈഫിൽ ഭയങ്കര സിമ്പിളാവും. നമുക്ക് എല്ലാത്തിനും ഭയങ്കര കൺഫ്യൂഷൻസ് ഉണ്ടാവില്ല, നമുക്ക് എല്ലാത്തിനും ഒരു റീസൺ ഉണ്ടാവും. കാരണം ഐ നോ എനിക്ക് എന്താണ് വേണ്ടതെന്നും അല്ലെങ്കിൽ ഞാൻ എന്തിലാണ് ഹാപ്പി ആയിരിക്കുന്നതെന്നും എനിക്ക് നല്ല ഒരു ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക്, ഇപ്പോഴൊന്നുമല്ല പണ്ടോട്ടെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്നോട് തന്നെ ചോദ്യങ്ങൾ ചോദിക്കും. കണ്ണാടിയുടെ മുമ്പിലിരുന്നാണെന്ന് മാത്രമേ ഉള്ളൂ. കസേരയിൽ ഇങ്ങനെ ഇരിക്കും, എന്നിട്ട് ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിക്കും, എന്നിട്ട് അതിന് തന്നെ ഉത്തരം ഞാൻ പറയും. ആ പറയുമ്പോൾ ഞാൻ കുറേ കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ, ഇതൊക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നോ, അല്ലെങ്കിൽ ഞാൻ എന്ത് നന്നായിട്ടാണ് പറയുന്നത്, അല്ലെങ്കിൽ ഇതിങ്ങനെ പറയരുത്, ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കുന്ന ആൾക്കാർക്ക് അത് മോശമായിട്ട് തോന്നുന്നു. അങ്ങനെയൊക്കെയുള്ള ചില റിയലൈസേഷൻസ് നമുക്ക് വരുന്നത് ഇതിലൂടെയാണ്. കേൾക്കുമ്പോൾ ഭയങ്കര വിയേർഡായിട്ട് തോന്നും, പക്ഷെ ഇത് നല്ലൊരു പ്രാക്ടീസാണ്. സെൽഫ് റിയലൈസേഷന് വേണ്ടിയിട്ട് നല്ലൊരു പ്രാക്ടീസാണ്. ഇപ്പൊ അതുപോലെ തന്നെ മമ്മൂക്കയെ പറ്റി പറഞ്ഞു, ലാലേട്ടനെ പറ്റി പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ടൈം ലാലേട്ടനെ നേരിട്ട് അവാർഡ് നൈറ്റിന്റെ സമയത്താണ് കണ്ടതെന്ന് തോന്നുന്നു അല്ലേ? ആ ടൈമിൽ വളരെ ഹാപ്പി ആയിട്ട് എനിക്കൊന്ന് കണ്ണിക്കൂടെ വെള്ളം വരെ വന്നിട്ടുണ്ടോ ഞാന് ഏതോ ഒരു അവാർഡ് നൈറ്റിന് പോയപ്പോഴത്തേക്കും ഞാൻ ബാക്കിലിരിക്കുന്നത്. അപ്പം ലാലേട്ടൻ്റെ എൻട്രി ആണ്. അപ്പൊ ലാലേട്ടൻ ഇങ്ങനെ നടന്നു പോകുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ ബാക്ക് സൈഡാ കാണുന്നത്, അതായത് ഇങ്ങനെ ചരിഞ്ഞ് ഇങ്ങനെ പോകുന്ന ഒരു ഫീൽ. ആരും പുറകെ ഇരുന്നിട്ട് അയ്യോ അമ്മ ഉണ്ട് അപ്പൊ ഓക്കെ. അവിടെ നിന്ന് പിന്നെ ഇപ്പം അസോസിയേഷൻ മീറ്റിങ്ങിനൊക്കെ പോകുമ്പോൾ ഡയറക്റ്റ് കാണുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. അത് എനിക്ക് ഒരിക്കലും കാരണം അറ്റ് ദ സെയിം ടൈം ലാലേട്ടൻ പോകുന്നു, അത് കഴിഞ്ഞിട്ട് വിളിക്കുന്നത് ശോഭന മാമിനെയാ. അപ്പൊ എൻ്റെ ഐഡിയൽസാണ് ഇവർ. ഞാൻ പണ്ട് സിനിമ ദൂരദർശൻ TV വരുമ്പോൾ കാണുന്ന എൻ്റെ ഏറ്റവും ഫേവറേറ്റ് സിനിമയാണ് മണിച്ചിത്രത്താഴ്. ഞാനിതെല്ലാം കണ്ട് വളർന്നിരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്കിവരെ ഞാൻ ആദ്യമായിട്ട് നേരിട്ട് കാണുമ്പോൾ നമുക്ക് ഈ ഫാൻ എന്നുള്ളത് ഞാൻ മാറ്റി. ഫാൻ എന്നുള്ളത് ഒരു ജസ്റ്റ് ഒരു എനിക്ക് അതിൻ്റെയൊക്കെ അപ്പുറം നമുക്കൊരു ഭയങ്കര ഇമോഷൻ കണക്ഷനാണത്. ഇപ്പോൾ പറയുമ്പോഴും എനിക്ക് ഞാൻ പഴയ സമയത്തേക്ക് പോവുകയാണ്. അപ്പോൾ എനിക്കത് കാണുമ്പോൾ അങ്ങനെ ഫീൽ, അത് കഴിഞ്ഞിട്ട് ഇപ്പോഴും നേരിട്ട് കാണുമ്പോൾ എനിക്ക് അതേ ഫീലാണ്. കാരണം ഇത് എത്രയോ പേരിൽ ഒരാൾക്ക് കിട്ടുന്ന ഒരു ഭാഗ്യമാണ് അല്ലെ. എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു സംഭവമായിരിക്കും ഇവരൊക്കെ നേരിട്ട് കാണണം, സംസാരിക്കണം, അല്ലെങ്കിൽ ഇവരുടെ കൂടെ സിനിമ ചെയ്യണം എന്നൊക്കെ. പക്ഷെ അത് നേരിട്ട് അനുഭവിക്കുമ്പോൾ നമുക്കത് പഴയ കുറേ കാര്യങ്ങളൊക്കെ നമ്മുടെ മെമ്മറിയിലേക്ക് ഇങ്ങനെ വരും, നമ്മൾ ഭയങ്കര ഇമോഷണൽ ആവും. ഇറ്റ്സ് എ ഗ്രേറ്റ് ഫീലിംഗ്. അത് എസ്പെഷ്യലി എൻ്റെ ഇതൊക്കെ മാറ്റി വെച്ചോ. ഞാൻ റോഷാക്കിൻ്റെ സമയത്ത് പപ്പ ഇതുപോലെ തന്നെ എന്നോട് ചോദിച്ചു സെറ്റിൽ വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അന്ന് ഭയങ്കര റെസ്ട്രിക്ഷൻസ് ആണ്, കാരണം ഭയങ്കര ഒരു ചെറിയ വീടാണ് നമ്മൾ ഷൂട്ട് ചെയ്യണം, ഞങ്ങളുടെ വീട്. അപ്പോൾ ഒരുപാട് ക്രൗഡ് വരുന്നതുകൊണ്ട് എല്ലാവരെയും അങ്ങോട്ടേക്ക് കയറ്റി വിടുന്നില്ല. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു വീട്ടിൽ നിന്ന് വരുന്നുണ്ട്, അപ്പോൾ പറഞ്ഞു ഈ ദിവസം വേണ്ട, ഇന്ന ദിവസം വിട്ടാൽ മതി വീട്ടിൽ നിന്ന് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഒരു ദിവസം പപ്പ വന്നു, അമ്മയും വന്നു. എന്നിട്ട് ഇവർ അടുത്തേക്ക് വരുന്നില്ല. കാരണം അപ്പൊ ഇവർ വന്ന് എന്നോട് വരുന്നു പറഞ്ഞു, പക്ഷെ എപ്പോഴാണ് വന്നേ എന്താ വന്നതെന്നൊന്നും ഞാൻ അറിയുന്നില്ല. അപ്പൊ ആ സീനില് മമ്മൂക്കയും ഞാനുള്ള കോമ്പിനേഷൻ. അപ്പൊ ഞങ്ങള് ഷൂട്ടെല്ലാം കഴിഞ്ഞിട്ട് ബാക്കി എല്ലാവരും നടക്കുന്നു, ഞങ്ങളൊരു സോഫയില് മമ്മൂക്ക ഇരിക്കുന്നു, ഞാനിരിക്കുന്നു, ഞങ്ങൾ സംസാരിക്കുവാണ്, എന്തൊക്കെയോ പറയുന്നുണ്ട് ഇങ്ങനെ. ഞാൻ ചിരിച്ച് കുറെ ചിരിച്ചു കഴിയുമ്പോഴേ അയ്യോ ഇത്ര നേരം സംസാരിച്ച് മമ്മൂക്ക എടുത്താണല്ലോ എന്നുള്ള റിയലൈസേഷൻ നമുക്ക് വരുന്നത്. അത് വേറെ. അപ്പൊ ഇങ്ങനെ ഞാനിരുന്ന് സംസാരിച്ചെല്ലാം കഴിഞ്ഞ് ഞാനിങ്ങനെ തിരിച്ചരിഞ്ഞ് നോക്കിയപ്പോഴത്തേക്കും ക്യാമറയുടെ ബാക്കിൽ പപ്പയും അമ്മ ഇങ്ങനെ നിൽപ്പുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ഓടിച്ചെന്ന് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു അമ്മ വാത്തേ മീറ്റ് ചെയ്യാം. ഇല്ല ഞങ്ങൾ ഇവിടെ നിന്നോളാന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറയാം എന്ത് പറ്റി? ഇല്ല കുഴപ്പമില്ല ഇവിടെ നിന്നോളാം. അവരങ്ങോട്ട് അടുത്തേക്ക് വരുന്നില്ല. അത് കഴിഞ്ഞ് അവർക്കൊരു ഇത്. പക്ഷെ ഞാൻ പറഞ്ഞ ഇക്ക ഇതാണ് പപ്പ അമ്മ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഓക്കെ എന്നൊക്കെ പറഞ്ഞ് ഇക്ക പോയി.
അതെല്ലാം കഴിഞ്ഞാണ് അമ്മ പറഞ്ഞത്, ഒരിക്കലും അവർ സ്വപ്നത്തിൽ പോലും കണ്ടിട്ടില്ല എൻ്റെ മകള് മമ്മൂക്കയുടെ ഇങ്ങനെ അടുത്തിരുന്ന് സംസാരിക്കുവോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിനിമയിൽ അഭിനയിക്കുന്ന ഓരോന്നും സ്വപ്നത്തിൽ പോലും കണ്ടിട്ടില്ല. അപ്പൊ അമ്മ പറയുകയാണ്, പണ്ട് നീ എനിക്ക് സിനിമാ നടി ആവണം എന്നൊക്കെ പറഞ്ഞപ്പം ഞാൻ ഓൾറെഡി ഇതൊക്കെ നമുക്ക് പറ്റിയ പണിയാണോ എന്ന് അമ്മ എന്നോട് ആദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പുള്ളിക്കാരിക്ക് അന്നേരം ഓർമ്മ വന്നു. ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ ഇത് നമുക്ക് പറ്റിയ പണിയാന്ന് ഞാൻ പറഞ്ഞില്ലേ. യെസ്. അപ്പൊ അമ്മ ഭയങ്കര ഇമോഷണലായി. അവരെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ആ ഒരു മൊമെന്റ് ആണ് എൻ്റെ ഒരു ഇമോഷനിലേക്കാളും ഒക്കെ എനിക്ക് വളരെ മുകളിൽ എനിക്ക് പ്ലേസ് ചെയ്യാനായിട്ട് തോന്നുന്നത്, അവരുടെ ഒരു സന്തോഷം. എനിക്ക് വന്നപ്പോൾ തന്നെ ഡിസ്കസ് ചെയ്തൊരു കാര്യമുണ്ട്. ഇപ്പം അതായത് ഗ്രേസ് പറഞ്ഞു എന്ന് പറഞ്ഞൊരു കാര്യമാണ് ഇപ്പം തുല്യ വേതനത്തിന്റെ കാര്യം. ഇപ്പം മലയാളം മൂവി ഇൻഡസ്ട്രിയിൽ ഫീമെയിൽ ആക്ട്രസുകൾക്കുള്ള തുല്യ വേതനത്തിന്റെ ഗ്രേസ് പറഞ്ഞ കോൺടാക്റ്റിൽ എങ്ങനെയായിരുന്നത്? ആക്ച്വലി ഇതിന്റെ പോയിന്റ് എന്താണെന്നറിയോ, ഇപ്പം നമ്മളൊരു പ്രൊജക്റ്റ് കമ്മിറ്റ് ചെയ്യുകയാണ്. ശരി. ആ പ്രൊജക്റ്റ് എടുക്കാനുള്ള റീസൺ അതിൻ്റെ റൈറ്ററും ഡയറക്ടറും പ്രൊഡക്ഷൻ സൈഡിൽ നിന്നും അവർ ആ പ്രൊജക്റ്റിന് ഒരു സെല്ലിംഗ് പോയിന്റ് അവർ നോക്കിയിട്ടുണ്ടാവും. അതൊരു ബിസിനസ് ആണല്ലോ. അപ്പോൾ ഇന്നൊരു പെർട്ടിക്കുലർ ആക്ടർ, ആ ആക്ടറിന്റെ പേരിലാണ് ഈ സിനിമ സെല്ല് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ ആയിട്ടുള്ള റെമ്യൂണറേഷൻ ഉണ്ട്. ഒരു പടം ബിസിനസ് ആവണമെന്നുണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ഒരു വാല്യൂ ഉണ്ടാവും, അതിൻ്റെതായിട്ടുള്ള സാറ്റലൈറ്റ് വാല്യൂ, അങ്ങനത്തെ ബാക്കിയുള്ള ഒരു ബിസിനസ് സൈഡ് എല്ലാം ഉണ്ടാവും. അതിൽ അഭിനയിക്കാൻ നായികയായിട്ട് വരുന്ന ഞാൻ ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ ചോദിക്കുകയാണ്, നായകന് ഇത്ര റെമ്യൂണറേഷൻ കൊടുത്തു, എനിക്കും അതേ റെമ്യൂണറേഷൻ വേണം. അപ്പോൾ പ്രൊഡക്ഷൻ സൈഡ് ചോദിക്കുകയാണ്, താങ്കളുടെ പേരിൽ ഈ പടം വിറ്റുപോകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കതിന് മറുപടിയില്ല. കാരണം അതിന് വിറ്റുപോകാനുള്ള റീസണും സോഴ്സും അവരെല്ലാം കാണുന്നത് ആ ആക്ടറിലാണ്. അതിനൊരു ഗ്യാരണ്ടി നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കില്ല. പക്ഷെ ആ ഒരു ലെവലിലേക്ക് ഞാൻ വളർന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എൻ്റെ പേരിൽ പടം വിറ്റുപോകുന്ന, എന്നെ വെച്ച് പടം ചെയ്യാൻ, എന്നെ സെൻറ്ററാക്കി പടം ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ വരുവാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഡിമാൻഡ് ചെയ്യാം എൻ്റെ റെമ്യൂണറേഷൻ ഇതാണ്. അതുപോലെ. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഞാൻ ചെയ്യുന്ന വർക്കിന് എനിക്ക് അതിന് പാകത്തിനുള്ള, അല്ലെങ്കിൽ ഞാൻ ഡിമാൻഡ് ചെയ്യുന്ന രീതിയിലുള്ള റെമ്യൂണറേഷൻ ഞാൻ വാങ്ങിക്കുന്നുണ്ട് ഇപ്പോൾ. പക്ഷെ ഇവർ തുല്യമായിട്ടുള്ള വേതനം എന്നുള്ള രീതിയിലല്ല. പക്ഷേ എനിക്ക് തരാൻ അവർക്ക് പറ്റുന്ന, അല്ലെങ്കിൽ ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ തരാൻ പറ്റുന്ന രീതിയിലുള്ള റെമ്യൂണറേഷൻ എനിക്ക് കിട്ടുന്നുണ്ട്. ഒരു സിനിമയിൽ ഞാൻ അഭിനയിച്ചപ്പം അതിലെ നായകനേക്കാൾ കൂടുതൽ റെമ്യൂണറേഷൻ ആയിരുന്നു എനിക്ക്. ഒരു പെർട്ടിക്കുലർ ഒരു സിനിമ ഞാൻ ചെയ്ത കാര്യം തന്നെ ഞാൻ പറയുന്നത്. ആ സിനിമയിൽ ഞാൻ അഭിനയിച്ചപ്പോൾ അതിനകത്ത് നായകനേക്കാൾ കൂടുതൽ റെമ്യൂണറേഷൻ ആണ് ഞാൻ വാങ്ങിച്ചത്. അപ്പോൾ അതങ്ങനെ ഒരു അതിനെപ്പറ്റി അത് പറയുന്നില്ലെന്നല്ല, പക്ഷെ അതൊരു പോയിന്റാണ്, അതൊരു വാല്യൂ പോയിന്റാണ്. അത് നമ്മൾ ചില സിനിമകൾ ചെയ്യുമ്പോഴത്തേക്കും നമ്മളെക്കാൾ റെമ്യൂണറേഷൻ കുറവുള്ള ആക്ടേഴ്സും ഉണ്ടാവും. അറ്റ് ദ സെയിം ടൈം ഞാൻ പറയുകയാണ്, ഇപ്പോൾ അതിനകത്ത് അഭിനയിക്കുന്ന നായകൻ്റെ, ഇപ്പോൾ ഒരു വില്ലനായിട്ട് അഭിനയിക്കുന്ന ആൾ, അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ റോൾ ചെയ്യുന്ന മറ്റൊരു ഫീമെയിൽ ആക്ടർ, നായകൻ്റെ അത്ര റെമ്യൂണറേഷൻ അവർക്ക്, അല്ലെങ്കിൽ മെയിൽ ആക്ടർ അവർക്ക് കിട്ടുമോ? കിട്ടില്ല. ശരിയാണത്. അപ്പം നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പേരിൽ പടം വിറ്റുപോകുന്ന ഒരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡിമാൻഡ് ചെയ്യാം. ഓഫ് കോഴ്സ് അതുണ്ട്. പിന്നെ നമ്മൾ തമിഴ് സിനിമയൊക്കെ ഇത്തിരി കൂടി ഡിഫറെൻ്റ് ആണ്. അതായത് അന്നേരം ഈക്വൽ പേയ്മെൻറ്റിൻ്റെ കാര്യം നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. പക്ഷേ കമ്പയർ ടു അവർ ഇൻഡസ്ട്രി നമുക്ക് കുറച്ചും കൂടെ പേയ്മെൻറ്റ് കിട്ടാനുള്ള പോസിബിലിറ്റി അവിടെ കൂടുതലാണ്. ബെറ്റർ ദാൻ മലയാളം ഇൻഡസ്ട്രി. അതായത് നമുക്ക് ഇവിടെ കിട്ടുന്ന റെമ്യൂണറേഷനേക്കാളും കൂടുതലാണ്. ഇപ്പം ഞാൻ തമിഴ് മൂവി ചെയ്യുമ്പോൾ നമ്മുടെ ഇവിടുത്തെ റെമ്യൂണറേഷൻ രീതിയല്ല അവിടുത്തെ റെമ്യൂണറേഷൻ. അവിടെ ഈ പറഞ്ഞ പോലെ തിയേറ്റേഴ്സ് കൂടുതലാണ്. നമ്മുടെ ഒരു കൊച്ചു കേരളമായതുകൊണ്ട് ഇവിടെ തിയേറ്റേഴ്സ് കുറവാണ്. അപ്പോൾ ഇവിടെ നിന്ന് കിട്ടുന്ന റവന്യൂ വളരെ കുറവാണ്. പുറത്താകുമ്പോഴത്തേക്കും അത്രയും തിയേറ്റേഴ്സുകളുണ്ട്, കളക്ഷൻസ് ഉള്ളതുകൊണ്ടും അവർക്ക് കിട്ടുന്ന റവന്യൂ കൂടുതലാണ്. അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡ്യൂസേഴ്സിന് പൈസ ഇറക്കാൻ അവർ കുറച്ചും കൂടെ വില്ലിങ് ആണ്, അല്ലേ? അതെ. അപ്പം ഈ പറഞ്ഞ പോലെ നമുക്ക് ചോദിക്കുന്ന റെമ്യൂണറേഷൻ അവർക്ക് തരാൻ അവർ റെഡിയാണ്. അതുകൊണ്ട് അതും എല്ലാം കഴിഞ്ഞു നോക്കുവാണെങ്കിൽ ശംഭു, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന വർക്ക് നല്ലതാണ്, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന പ്രൊഡക്റ്റ് നല്ലതാണെന്നുണ്ടെങ്കിൽ, അതിൻ്റെ ക്വാളിറ്റി നല്ലതാണെന്നുണ്ടെങ്കിൽ നമുക്കതിനുള്ളൊരു വേതനം നമുക്ക് ഡെഫിനറ്റ്ലി നമുക്ക് കിട്ടും. കാരണം ഞാനിപ്പോൾ അതിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഞാൻ തുടക്ക സമയത്ത് ഈ പറഞ്ഞ പോലെ എനിക്ക് ബെസ്റ്റ് ഫെയർ പോലും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതൊരു സ്ട്രഗ്ലിംഗ് സ്റ്റേജാണ്. നമ്മളതിന് കംപ്ലൈൻറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല. അതൊരു സ്ട്രഗ്ലിംഗ് സ്റ്റേജ് തന്നെയാണ്. ആ സ്റ്റേജിലൂടെ പതിയെ കടന്നു വന്ന് നമ്മൾ പ്രൂവ് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് ചോദിക്കാൻ പറ്റുക, ഈ പറഞ്ഞ പോലെ ഞാനിത് ചെയ്യുന്നുണ്ട്, എൻ്റെ വർക്ക് ഇങ്ങനെയാണ്, നിങ്ങൾക്കത് ഓക്കെ ആണെങ്കിൽ
എനിക്ക് തന്നാൽ മതി. അത് നമുക്ക് ചോദിക്കാൻ പറ്റുന്ന ഒരു സ്റ്റേജ് വരും. സ്റ്റേജ് എത്തും നമുക്ക്. ഓക്കെ, ഇനി നമുക്കൊരു സെഗ്മെന്റ് ആയാലോ? ഓക്കെ, Yes. സിമ്പിൾ ആണേ. അതായത് ഒരു ഫിലിം ഡയലോഗ്സ്, കുറച്ച് ഫിലിം ഡയലോഗ്സ് പറയും. അത് ചിലപ്പം സ്വന്തം ലൈഫുമായിട്ട് വേണം റിലേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ആക്ടറായിട്ട് റിലേറ്റ് ചെയ്യാം. ഒരു സ്റ്റോറി പോലെ വേണമെങ്കിൽ യു ക്യാൻ ടെൽ. റെഡി? ചാടി. ഷമ്മി ഹീറോ ആടാ, ഹീറോ. ഓ നോ. ഷമ്മി ഹീറോ ആടാ, ഹീറോ. അത് ഞാൻ എൻ്റെ ലൈഫായിട്ട് റിലേറ്റ് ചെയ്യണ്ടല്ലോ. എന്ത് വേണം ഒരു ഞാൻ പറഞ്ഞില്ലേ, ലൈഫിനെ ഭയങ്കര സിമ്പിളായിട്ട് കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. പക്ഷെ ചില സമയത്ത് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്, കൊള്ളാലോ ഞാൻ എന്നെനിക്ക് തോന്നിയിട്ടുണ്ട് ചില സമയത്ത്. അപ്പോൾ നമ്മൾ തന്നെ നമ്മുടെ കഥയിലെ ഹീറോ ആവുന്നതാണ് ഏറ്റവും ബെറ്റർ എന്ന് എനിക്ക് തോന്നാറുണ്ട് ചില സമയത്ത്. വേറൊരാളെ അതിൽ പ്ലേസ് ചെയ്യുന്നല്ലേ നമ്മുടെ കഥയിലെ ഹീറോ നമ്മൾ തന്നെ ആവുന്നത് നമുക്ക് കുറച്ചും കൂടെ ഒരു കോൺഫിഡൻസ് തരും. അങ്ങനെ നോക്കുവാണെങ്കിൽ ആ ഡയലോഗ് അതാണ് കറക്റ്റ്. എൻ്റെ ലൈഫിൽ ഞാൻ തന്നെയാണ്. അപ്പൊ എനിക്ക് പറയാം ഞാൻ ഹീറോ ആണ്. ഇപ്പൊ ഷമ്മി തന്നെ ഇരിക്കട്ടെ. എന്താ അവിടെ വാര്യറേ താൻ നന്നാവാത്തെ? ഇത് ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അമ്മ എന്നോട് ചോദിക്കുന്നത്. ഈ ചില സാധനങ്ങളെ മേടിക്കുന്ന കാര്യത്തില്, പൈസ സ്പെൻഡ് ചെയ്യുന്ന കാര്യത്തിലൊക്കെ അമ്മ ഭയങ്കര ഒന്ന് പിടിക്കുന്ന ഒരു കൂട്ടത്തിലാണ്. ശരി. ഞാൻ എപ്പോഴും അങ്ങനെ റീയൂസ് ചെയ്യാൻ പറ്റുന്ന കൈൻഡ് ഓഫ് സാധനങ്ങൾ മേടിക്കാനായിട്ട്, അപ്പൊ അത് കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും. അപ്പൊ അത് അമ്മ എപ്പോഴും എന്നെ അടുത്ത്, നീ പണി പോയാൽ ശരിയാവത്തില്ലല്ലോ, നീ എന്താ നന്നാവാത്ത, കുറച്ച് ബഡ്ജറ്റ് കൂടുതലാണ് കുട്ടിക്ക് എന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നെ സോഷ്യൽ ആവുന്ന കാര്യത്തിലും അമ്മ, കാരണം ഫാമിലി ഫംഗ്ഷൻസിനൊക്കെ ഞാൻ വളരെ കുറവാണ് പങ്കെടുക്കുന്നത്. അപ്പൊ അമ്മക്ക് അത് ഭയങ്കര പ്രശ്നമാണ്. ഇപ്പോഴും ഞങ്ങൾ തമ്മിൽ അടികൂടുന്ന ഒരേ ഒരു കാര്യം അതാണ്. റിലേറ്റീവ്സിന്റെ ഒക്കെ കല്യാണമൊക്കെ വിളിക്കുമ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ മോളെ ഞങ്ങളെ അറിയാവോ, എന്താ എപ്പോഴാ കല്യാണം, അത് വരാറുണ്ടോ? അതെപ്പോഴും ഉണ്ട്. അപ്പൊ അവരുടെ എന്ത് പറയും? ചേച്ചി പൈസ എല്ലാം ഉണ്ടാക്കി കഴിയാൻ നേരത്ത് എന്നെ കല്യാണത്തിന് പന്തലെല്ലാം റെഡി ആയി കഴിയുമ്പോൾ എന്നെ വിളിച്ചാൽ മതി, ഞാൻ കെട്ടാൻ വരാം, ഞാൻ വന്നിരിക്കാം. പയ്യനെ കണ്ടുപിടിച്ച് ചെലവെല്ലാം ചേച്ചി ചെയ്യുമോന്ന് ചോദിക്കും. അപ്പൊ തന്നെ ഇപ്പൊ എല്ലാവർക്കും അറിയാം, എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല, ഇതായിരിക്കും റിപ്ലൈ എന്നുള്ളത് അറിയാം. അതുകൊണ്ട് ആ ചോദ്യമില്ല. നൈസ്. കുറച്ച് പേരുടെ പേര്. ഓക്കെ, അപ്പൊ ഈ ആൾക്കാരുടെ പേര് പറയുമ്പോൾ ചിലപ്പോൾ അത് ഫൺ കാര്യമാകാം, അല്ല സീരിയസ് കാര്യമായിരിക്കാം. ഇതൊരു സെഗ്മെന്റ് ആണ്, അത് എന്ത് വേണമെങ്കിലും പറയാം. ഒരു പെർട്ടിക്കുലർ ഇൻസിഡന്റ് ആവും ആ പെർട്ടിക്കുലർ പേഴ്സണുമായിട്ട്. അങ്ങനെ നോക്കുവാണെങ്കിൽ ഓഫ് കോഴ്സ് ഫസ്റ്റ് പേഴ്സൺ ഫഹദ്. ഇപ്പൊ റീസെന്റ് ഞങ്ങൾ അമ്മ ഷോ ചെയ്തു. അപ്പം കുറേ നാളുകൾക്ക് ശേഷമാണ്, അതായത് എനിക്ക് തോന്നുന്നു കുമ്പളങ്ങിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഒരു തവണയും കണ്ടിട്ടുണ്ട് സക്സസ് സെലിബ്രേഷൻ. അതിനുശേഷം ഇപ്പോഴാണ് ഞാൻ കാണുന്നത് ഫാഫനെ. ഇതിൽ ഞങ്ങൾ ഒരുമിച്ചാണ് ഒരു സ്കിറ്റ്. ആ സ്കിറ്റിന്റെ പേര് ആ വേഷം തന്നെയായിരുന്നു. അപ്പൊ ധ്യാൻ, അജു ചേട്ടൻ, മുകേഷ് ചേട്ടൻ, ഞാൻ, അർജുൻ അശോകൻ, ചെമ്പൻ ചേട്ടൻ, ഫാഫ, ഞങ്ങൾ ഇത്രയും പേരായിരുന്നു. അമ്പാനുണ്ട്, പിന്നെ മാളവികയുണ്ട്. അപ്പൊ അങ്ങനെ കുറച്ച് പേരുണ്ടായിരുന്നു. അപ്പൊ വീണ്ടും ഒരു പഴയൊരു മെമ്മറിയിലേക്ക് പോയൊരു ഫീലായിരുന്നു. അതിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാഫ ആ ക്യാരക്ടറായിട്ട് തന്നെയാണ്, നമ്മുടെ രംഗണ്ണനായിട്ട് തന്നെയാണ് അതിനകത്ത് വരുന്നത്. അപ്പൊ നമ്മൾ ഈ സിനിമയിൽ നമ്മൾ അഭിനയിക്കുന്ന ഒരു രീതിയല്ല നമ്മൾ സ്കിറ്റ് ചെയ്യുമ്പോൾ. സ്കിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ അങ്ങനെ പെർഫെക്ഷൻ്റെ ആവശ്യമൊന്നുമില്ല, കുറച്ചുകൂടെ ലൗഡാണ് നമ്മള്. അപ്പം നമ്മൾ ആ സിനിമയിൽ നമ്മൾ അഭിനയിച്ച ആ വ്യക്തിയുടെ വേറൊരു വേർഷനാണ് നമ്മൾ അവിടെ കാണുന്നത്. അപ്പൊ അത് ഭയങ്കര രസമായിരുന്നു. ഞങ്ങൾ തമ്മിലുള്ള കോമ്പിനേഷൻസ് അങ്ങനെയൊക്കെ കുറച്ചൊക്കെ വരുന്നുണ്ട്. അതെ, തീർച്ചയായിട്ടും കാണും. നിവിൻ ചേട്ടൻ എന്താ പറയാ, നിവിൻ ചേട്ടൻ മുത്താണ്. നിവിൻ ചേട്ടൻ ഞാൻ ബോസ് എന്നാ വിളിക്കുന്നത്. കാരണം നമുക്ക് ഏത് സമയത്തും നമ്മുടെ ഒരു ആവശ്യത്തിന് വിളിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു സൊല്യൂഷൻ ഉണ്ടാവും എപ്പോഴും. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് തമിഴ് മൂവി എനിക്ക് വന്നത് തന്നെ വൺ ഓഫ് ദ റീസൺ ഇസ് നിവിൻ ചേട്ടൻ. കാരണം നിവിൻ ചേട്ടൻ സർ കനകം കാമിനി കലഹം കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ കറങ്ങി തിരിഞ്ഞു വരുമ്പോൾ നിവിൻ ചേട്ടൻ ആ പടം എടുത്തത് കൊണ്ടാണ് ഞാൻ അതിനകത്ത് അഭിനയിച്ചത്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ എങ്ങനെ പടം അങ്ങനെയൊക്കെ വന്നത്. അപ്പം എനിക്ക് നിവിൻ ചേട്ടൻ, ഞാൻ പറഞ്ഞു, നിവിൻ ചേട്ടൻ എന്നെ വിളിക്കുമ്പോൾ വെറുതെ ആവില്ല എന്ന് എനിക്കൊരു ഭയങ്കര ഉറപ്പുണ്ട്. പിന്നെ കനകത്തിൽ പല സീനുകളും ഇംപ്രവൈസ് ചെയ്ത് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇംപ്രവൈസ് ചെയ്തിട്ടാണ് പല സീനുകളും വർക്കൗട്ട് ആയിട്ടുള്ളത്. അതിൽ നിവിൻ ചേട്ടന് വലിയ കാര്യമായിട്ടുള്ള റോളൊന്നും ചില സീനുകളിൽ ഉണ്ടായിട്ടില്ല. എനിക്കാണ് സ്കോർ ചെയ്യാൻ കൂടുതലുള്ളത്. പക്ഷേ എനിക്ക് അതിനുള്ളൊരു ഫ്രീഡം അദ്ദേഹം തന്നിട്ടുണ്ടായിരുന്നു.
അത് എനിക്ക് തോന്നുന്നില്ല എല്ലാ ആക്ടേഴ്സും ചെയ്യുന്ന ഒരു കാര്യമാണെന്നുള്ളത്. വളരെ റെയർ ആയിട്ടുള്ള ആക്ടേഴ്സ് അതങ്ങനെ ചെയ്യത്തുള്ളൂ. അപ്പൊ എനിക്ക് നല്ലൊരു എൻ്റെ ഒരു ഗുഡ് ഫ്രണ്ടാണ് നിവിൻ ചേട്ടൻ. എന്തായാലും നെക്സ്റ്റ് മമ്മൂക്ക. മമ്മൂക്കയെ പറ്റി എന്താ ഞാൻ പറയാ, നമ്മൾ കുറെ സംസാരിച്ചു. മമ്മൂക്കയെ പറ്റി പറയാൻ ഇനിയിപ്പോ വാക്കുകളില്ല എനിക്ക്. എന്താ ഞാനിപ്പോ പറയാ, എനിക്ക് ഇപ്പൊ പെട്ടെന്ന് പറയുമ്പോൾ ഓർമ്മ വരുന്നത് റോഷാക്കിന്റെ സമയത്ത് ഒരു സീനില് ഞാൻ ആ ടേബിളിൽ ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് ചൂടാവുന്ന ഒരു സീനുണ്ട്. അപ്പൊ നമുക്ക് വന്നിരിക്കുന്നത് എന്താ നിന്റെ ആവശ്യം, നീ ഇത് തന്നെയല്ലേ ആഗ്രഹിച്ചപ്പോൾ ഞാൻ പറയുന്നത് അതെ ഇത് തന്നെ ഞാനും ആഗ്രഹിച്ചിരുന്ന ഒരു സീനാണ്. ഭയങ്കര ക്രൂഷ്യൽ ഒരു സീനാണ്. അതിനുശേഷം നമുക്ക് വന്നിരുന്ന് ഫുഡ് കഴിക്കുന്ന ഒരു ഷോട്ട് എടുക്കും. ഞാൻ പ്ലേറ്റ് എല്ലാം തട്ടി താഴെ ഇടും, പ്ലേറ്റ് പൊട്ടിക്കും. അപ്പം ഇതെല്ലാം എടുത്ത് കഴിഞ്ഞിട്ട് ഇക്ക ഫുഡ് കഴിക്കുക. അപ്പം ഇക്ക ഫുഡ് കഴിക്കുന്ന സമയത്ത് ഇക്ക വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഫുഡാണ് ഇക്കയുടെ പ്ലേറ്റിൽ വെച്ചിട്ട് കഴിക്കുന്നത്, ആക്ച്വലി കഴിക്കുന്നത്. അപ്പം കാരണം നമ്മുടെ പ്രൊഡക്ഷൻ ഫുഡ് അങ്ങനെ എപ്പോഴും കഴിക്കാൻ പറ്റുന്ന ചില സാഹചര്യങ്ങൾ വളരെ കുറവാണ്. അപ്പം ഇക്ക കൊണ്ടുവന്ന ഫുഡാണ് കഴിക്കുന്നത്. അപ്പൊ അന്ന് ഇക്ക കൊണ്ടുവന്നത് ചീരത്തോരനാ. വീട്ടിൽ നിന്ന് കൊണ്ട് ഇക്ക വീട്ടിൽ നിന്ന് എപ്പോഴും ഫുഡ് കൊണ്ടുവരാം. അപ്പൊ ഞാനിങ്ങനെ അപ്പൊ എന്റെ പ്ലേറ്റിൽ ചീരത്തോരനില്ല. ഇക്ക വിളിച്ചു, ഞാൻ നോക്കി ഇന്നപ്പോ ഇക്ക ചോദിച്ചു വേണോ, ഞാൻ ഇതെന്താ ഇക്ക ചോദിച്ചു. പറഞ്ഞു ഇത് ചീരത്തോരൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന. ഞാൻ പറഞ്ഞു ആ ഓക്കെ ആ ഞാൻ തുറക്കണോ വേണ്ട അയ്യോ അങ്ങനെ എനിക്ക് വാരിത്തന്നു. ഞാൻ ആലോചിക്കുന്നുണ്ട് അറിയോ, ഇത് ഇറക്കണോ കൊണ്ട് സൂക്ഷിച്ചു വെക്കണോ. ശരി, ആ ടൈമില് ചിലപ്പോ അല്ലേ ഇത് ചില ആൾക്കാർ ഷൈക്കാൻ പിടിച്ച് നമ്മളിങ്ങനെ കൈ ആരും കൊടുക്കുന്നത് അങ്ങനത്തെ ഒരു ഫീൽ ആയിരുന്നു എനിക്ക്. അതായത് ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര കെയറിങ് ആണ് ഇക്ക. അത് ഭയങ്കര ബ്യൂട്ടിഫുൾ, അത് അനുഭവിക്കാൻ പറ്റുന്ന പറയുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ഭാഗ്യം തന്നെയാണ്. ബിന്ദു ചേച്ചിയെ പറ്റി പറയുകയാണെങ്കിലോ, ബിന്ദു ചേച്ചി ഭയങ്കര സ്വീറ്റ് ആണ്. ബിന്ദു ചേച്ചി കൂടുതലും ഞങ്ങള് ക്യാരവനിൽ ഇരിക്കുന്ന സമയത്ത് സെന്ററിലെ ഡോർ അങ്ങ് തുറന്നിട്ട് 2 ക്യാബിനായിരിക്കും. അപ്പൊ സെന്ററിലെ ഡോർ അങ്ങ് തുറന്നിട്ടിട്ട് ഞങ്ങൾ അങ്ങോട്ട് ഇരുന്ന് ഇങ്ങനെ വർത്താനം പറഞ്ഞ് പുള്ളിക്കാരി ഇങ്ങനെ കുറേ പഴയ കാര്യങ്ങൾ പറയും. എന്റെ മോളെ എന്നൊക്കെ പറഞ്ഞ എന്റെ മോളെ ഒന്നും പറയണ്ടടി കൊച്ചേ ഇത് അവിടെ ഇമിറ്റേറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ടോ? ഇല്ലല്ലേ? ഇനിയിപ്പോ കുഴപ്പമില്ല, കണ്ടോളൂ. ഇനിയിപ്പോ അടുത്ത് ബിന്ദു ചേച്ചി ഷൈൻ ടോം ആണെങ്കിൽ ഷൈൻ ടോമിന് ഇപ്പൊ റീസെന്റ് നമ്മൾ ഷൈൻ ടോമിനെ പറ്റി ഞാൻ എന്താ പറയാ, അവൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിവേകാനന്ദൻ വൈറൽ ചെയ്യുമ്പോൾ ഷൈനെ ആദ്യമായിട്ട് കാണുന്നത്. അപ്പൊ ആ സമയത്ത് കുറച്ച് ഞങ്ങൾ തമ്മിൽ കുറച്ച് ചകടയൊക്കെ ഉണ്ടായിരുന്നു, സ്വാഭാവികമാണ്. അദ്ദേഹത്തിന്റെ എനർജി കുറച്ച് ഡിഫറെന്റാണ്. ഞാൻ ഭയങ്കര സൈലന്റ് ആയിരിക്കുന്ന ഒരാളാണ്. വർക്കിംഗ് സ്റ്റേഷനിലാണെങ്കിൽ ഞാൻ ഒരു മൂലയിലുണ്ടാവും, സമയത്ത് ചെല്ലും, വർക്ക് ചെയ്യും, പോരും എന്നുള്ള ആരെയും ഡിസ്റ്റർബ് ചെയ്യുന്ന സ്വഭാവമൊന്നും എനിക്കില്ല. പക്ഷെ ഷൈൻ്റെ എനർജി ഭയങ്കര നേരെ ഓപ്പോസിറ്റ് ആണ്. അപ്പൊ ഞങ്ങളുടെ കൂടെ കോആക്ടേഴ്സ് ആയിട്ട് വേറെ കുറെ പേരുണ്ട്. അപ്പം ആ സമയത്താണ് ഞാൻ പറഞ്ഞത് എനിക്ക് ഡിസ്ക് ബൾജ് ഉള്ള ഒരു സമയമാണ്. ഞാൻ 2 പടം ചെയ്ത് തീർത്ത കൂട്ടത്തിൽ ഒരു പടം ഇതായിരുന്നു. അപ്പം എനിക്ക് അതിനകത്ത് കുറേ സീക്വൻസ് ഒക്കെ കുറച്ച് സ്ട്രഗിളിങ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് ഒരു പരിധി കൂടുതൽ എനിക്ക് ബെൻഡ് ചെയ്യാൻ പറ്റില്ല, എനിക്ക് അങ്ങനെ ഒന്നും എന്നെ കൊണ്ട് പറ്റുന്നില്ല, പെയിൻ കാരണം. അപ്പോൾ ഞാൻ ആരോടും ഇത് പറയുന്നില്ല. അപ്പം ഇതിനകത്തൊരു സ്ട്രഗ്ലിങ് സീൻ വന്നപ്പോൾ ഞാൻ ഷൈൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഷൈൻ അത് കുറച്ചൊന്ന് പതുക്കെ ചെയ്യണം, എനിക്കിത് കാലും ഇതൊക്കെ വേദനയാണെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല, മമ്മൂക്ക വരെ ഫൈറ്റ് ചെയ്യുമ്പോഴത്തേക്കും അങ്ങനെയാ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അയ്യോ ഷൈൻ അങ്ങനെയല്ല, ഇത് ഇങ്ങനെ ബുദ്ധിമുട്ടായതുകൊണ്ടാണ്, സിവിയർ ആയതുകൊണ്ടാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഷോട്ട് എടുത്തു. പക്ഷെ ആക്ഷൻ പറഞ്ഞ പുള്ളി ഇതെല്ലാം മറന്നു. ഷൈൻ ഇതെല്ലാം ഞാനീ പറഞ്ഞെല്ലാം ഷൈൻ മറന്നു പോയിട്ട് ഷൈൻ അതുപോലെ തന്നെ ചെയ്യും. അത് ഞാൻ കട്ട് കഴിഞ്ഞ ഷൈൻ ഞാൻ പറഞ്ഞു എല്ലാം ഓർമ്മയുണ്ടായിരുന്നു. അത് പറഞ്ഞായിരുന്നല്ലേ, അത് ഞാൻ മറന്നുപോയി. അത് കഴിഞ്ഞു അങ്ങനെ പല ഇൻസിഡൻസ് വന്നിട്ട് അവസാനം ഞാൻ ഷൈനോട്ട് വഴക്കുണ്ടാക്കി. ഞാൻ പറഞ്ഞു ഷൈൻ ഇത് പറ്റത്തില്ല, എനിക്ക് പെയിൻ ഭയങ്കര സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാനിത് ചെയ്ത്. പക്ഷെ പുള്ളി പറയുന്നത് വെച്ചാൽ ഞാൻ ആ സമയം മറന്നു പോകും ഗ്രേസ്, എന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പുള്ളി ആക്ഷൻ പറഞ്ഞു കഴിയുമ്പോൾ പുള്ളി അതെല്ലാം വിട്ടുപോകും. ഭയങ്കര എനർജി ആ സമയത്ത്. അങ്ങനത്തെ ഒരു ഓർമ്മയാണ് എനിക്കിപ്പോൾ ഉള്ളത്. ഇപ്പൊ റീസെന്റ് ഇപ്പൊ ഷോയ്ക്ക് പോയപ്പോഴത്തേക്കും ഓടി വന്നിട്ട് കാരണം അങ്ങനെ ഷൈനൊന്നും വന്ന് എനിക്ക് പരിചയമില്ല. ഷൈന് ഓടി വന്ന ഗ്രേസേ എന്നോട് വിശേഷം എന്നൊക്കെ ചോദിക്കുന്ന ഒരു ഷൈനെ ഞാൻ അവിടെ കണ്ടിട്ടേ ഇല്ല. ഞാൻ ഇത് ഷൈൻ ടോം ചാക്കോ തന്നെ അല്ലേ എന്നുള്ളൊരു ഫീലാണ് എനിക്ക് പിന്നെ ഫീൽ ചെയ്തത്.
പക്ഷെ പുള്ളി ചില സമയത്ത് ഭയങ്കര വേറൊരു പേഴ്സണാലിറ്റി, കുറെ കഴിയുമ്പോൾ വേറൊരു പേഴ്സണാലിറ്റി. ഡിഫറെന്റ് ഇതാണല്ലേ. അടിപൊളി, എന്തായാലും സന്തോഷം. ഈ ഒരു കാര്യം ചോദിച്ചാൽ, ഈ ഹാപ്പി വെഡിങ് ഇല്ലേ, ഹാപ്പി വെഡിങ് ചെയ്ത് ആ ഒരു ചെറിയ റോൾ ആണെങ്കിൽ അത് വളരെയധികം വൈറലായി. പിന്നെ ചില സപ്പോർട്ടിംഗ് റോൾസ് ഒക്കെ ചെയ്തു. ഐ തിങ്ക് കുമ്പളങ്ങി 2018 ആ ഒരു ടൈമിന് മുമ്പ് ഒരു ഗ്യാപ്പ് എടുത്തില്ലായിരുന്നു? ഗ്യാപ്പ് ആക്ച്വലി അത് എടുത്തതായിരുന്നു അതോ അല്ല, അത് അങ്ങനെ പർപ്പസ്ഫുള്ളി എടുത്തതല്ല. എനിക്ക് വരുന്ന ക്യാരക്ടർ എല്ലാം ഒന്നിലെ റാഗിങ് സീൻ ചെയ്യാൻ സെയിം തന്നെ. ഞാൻ ഒരു തവണ റാഗിങ് സീൻ ചെയ്തു, വർക്കായി. എല്ലാ തവണയും നമുക്ക് അങ്ങനെ റാഗിങ് സീൻ ചെയ്ത് ഇതാക്കാൻ പറ്റില്ല. അപ്പം ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. കാരണം നമ്മളൊരു പടം ഇപ്പൊ കുമ്പളങ്ങി കഴിഞ്ഞ ശേഷം കുമ്പളങ്ങി ടൈപ്പ് ആയിരുന്നു എല്ലാം എനിക്ക് വന്ന ക്യാരക്ടേഴ്സ്. അത് കഴിഞ്ഞിട്ടാണെങ്കിലും നമ്മളെ അങ്ങനെ തന്നെ നമ്മൾ അതെല്ലാം സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതുപോലെ തന്നെ ആയിരിക്കും. മനസ്സിലായി. റോഷാക്ക് കഴിഞ്ഞപ്പോൾ വരുന്ന എല്ലാം അതുപോലത്തെ ബോൾഡ് ക്യാരക്ടേഴ്സ്. അതങ്ങനെയാണ്. അത് കാണുമ്പോൾ ആൾക്കാർക്ക് ഇന്ന ക്യാരക്ടർ ഇവരെ വിളിച്ചാലോ എന്ന് തോന്നുന്നു. സ്വാഭാവികമാണത്. അതിനന്ന് ചൂസ് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്തം. അപ്പം ആ സമയത്ത് ബ്രേക്ക് വന്നത് ഇതുകൊണ്ടാണ്. എനിക്ക് ഒരേ സംഭവങ്ങൾ വന്നുകൊണ്ടാണ് ചെറിയൊരു ബ്രേക്ക് എന്നല്ല, ഞാൻ ആ സമയത്ത് പടങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു, റിലീസ് ഉണ്ടായിരുന്നില്ല. And all the very best, Grace. Thank you very much. Thank you. Thank you. Yes.